സൂപ്പർ ടേസ്റ്റി മീൻ പൊള്ളിച്ചത്. അതിനായി മാരാൻ എന്ന മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് മീനായാലും മതി. അതിനെ വെട്ടി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൈകൊണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. ഇനി ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ വരാനുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇതിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകുമൊന്നും വേണ്ട. ഇനി മീൻ വറുത്തെടുത്ത അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിടി ചുമന്നുള്ളിയും കുറച്ചധികം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ളത്ര പച്ചമുളകും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ചൂടാറിയതിന് ശേഷം തരിതരിപ്പായി അരച്ചെടുക്കണം. ഇനി ഒരല്പം വിനീഗറും മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ വാഴയില വാട്ടിയതിൽ കുറച്ച് നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ മീൻ വറുത്തത് വെച്ച് കൊടുക്കണം. വീണ്ടും അതിൻ്റെ മുകളിൽ മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ മുഴുവൻ മസാലക്കൂട്ടും മീൻ തീരുന്നവരെ വെച്ച് കൊടുക്കണം. ഈ മസാലയ്ക്ക് ഒരു അടിപൊളി ടേസ്റ്റാണ്. മീനും കൂട്ടി ഇത് നുള്ളിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിനെ നമുക്ക് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. വാഴയില വാട്ടിയെടുത്ത വാഴയിലയാണ്. അതിന് വാഴനാര് കൊണ്ട് തന്നെ പൊതിഞ്ഞ് കെട്ടിയെടുത്ത് ചൂടായ ചട്ടിയിൽ തിരിച്ചു മറിച്ചുമിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡി.